നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇതുപോലെ കുറേ എണ്ണത്തിൻ്റെ ഡയലോഗുകൾ നമ്മൾ കേട്ടതാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഒരു രസമാണ്. ഒന്ന് കേട്ടു നോക്ക്. 1920 ശേഷം വന്നിട്ടുള്ള സംഘപരിവാർ RSS, 1940 ശേഷം വന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി, 2000 കൂടെ വന്നിട്ടുള്ള SDPI, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലെ വോട്ട് വേണ്ടാമെന്ന് UDF പ്രതിനിധിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ചോദ്യം. ഈ അങ്ങനെയുള്ള ചങ്കൂറ്റം LDF ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടോ? ചോദ്യം കൂടി പ്രായോഗിക രാഷ്ട്രീയത്തിന് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് കേരളത്തിന്റെ മണ്ണിൽ സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ സാരഥിയായിട്ടുള്ള എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും. ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണവയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. മൂപ്പര് 4ഉം 6ഉം ഒക്കെ അടിച്ചിങ്ങനെ ഗ്രൗണ്ടാകെ കൈയടക്കി കയറി വരികയായിരുന്നു. സഖാവ് പെട്ടെന്നാണ് കുറ്റി അടക്കം തെറിച്ച് പിറകോട്ട് വീണുപോയത്. കഷ്ടം തന്നെ. വർഗീയവാദികളുടെ കൂട്ടായ്മയും ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമൊക്കെ UDFൻ്റെ പേരിൽ ആക്ഷേപിച്ചു വരുന്ന സഖാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്.